നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശത്രു രാജ്യങ്ങൾ ഇന്ത്യയുടെ സൈനിക ഉപഗ്രഹങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ? ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISROയിൽ നിന്നും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ പ്രാധാന്യമുള്ള രഹസ്യ വിവരങ്ങൾ ചോരുന്നുണ്ടോ? ISROയ്ക്ക് മേലുള്ള വിശ്വാസം കേന്ദ്ര സർക്കാരിന് നഷ്ടപ്പെട്ടോ? ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ഇപ്പോൾ വീണ്ടും സജീവമായി ചർച്ചാ വിഷയമാവുകയാണ്. അതിൻ്റെ കാരണം ഈ കഴിഞ്ഞ മെയ് മാസം 3-ാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സ് അക്കൗണ്ടിൽ ഒരു സന്ദേശം പ്രത്യക്ഷപ്പെട്ടത്. ആ സന്ദേശം ബഹിരാകാശ സ്റ്റാർട്ടപ്പ് കമ്പനിയായ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഗാലക്സ് ഐയുടെ ഒരു ഉപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിയതിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള സന്ദേശമാണ്. ദൃഷ്ടി എന്ന പേരിലുള്ള ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഗാലക്സ് ഐ അന്ന് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISIയുടെ ദൗത്യത്തിലൂടെയല്ല ബഹിരാകാശത്തെത്തിയത്, മറിച്ച് ഫാൽക്കൺ 9 റോക്കറ്റിലൂടെയായിരുന്നു. അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു ഈ ഉപഗ്രഹം അന്ന് ഭ്രമണപഥത്തിലെത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ട്വീറ്റ് ഈ ഒരു കമ്പനിയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. മാത്രമല്ല, ആ ട്വീറ്റിന് മറുപടിയായി സ്പേസ് എക്സിൻ്റെ മേധാവി ഇലോൺ മസ്കും അന്ന് ഒരു അഭിനന്ദന സന്ദേശം ഈ പ്രധാനമന്ത്രിയുടെ സന്ദേശത്തിന് മറുപടിയായി കുറിക്കുകയും ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് ഇത്രയധികം അതീവ പ്രാധാന്യത്തോടുകൂടി ഇതിൽ അഭിനന്ദനവും അതുപോലെ തന്നെ ആവേശത്തോടു കൂടിയുമുള്ള ഒരു പ്രതികരണം നടത്തിയത്? ഇതിനു പിന്നിൽ, അങ്ങനെ ഒരു പ്രതികരണത്തിന് പിന്നിൽ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ദൃഷ്ടി എന്ന ഉപഗ്രഹത്തിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ്. ദൃഷ്ടി ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഈ ചാര ഉപഗ്രഹങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന തരത്തിലുള്ള ഉപഗ്രഹമാണ് ദൃഷ്ടി. ഈ ഉപഗ്രഹം ഏറ്റവും ഉന്നതമായ സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്ന ഒരു ഉപഗ്രഹമാണ്. വളരെ കൃത്യമായ വിവരങ്ങൾ, ഭൂമിയിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായി ഒപ്പിയെടുക്കാനും അത് പകർന്നു നൽകാനും കഴിയുന്ന തരത്തിലുള്ള ഒരു ഉപഗ്രഹമാണ് ദൃഷ്ടി. ദൃഷ്ടി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് ഈ ഉപഗ്രഹം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഉപഗ്രഹം ഇപ്പോൾ ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ. അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ റഷ്യയ്ക്കോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഇല്ല. ഇന്ത്യക്ക് മാത്രമാണ് ആ സാങ്കേതിക വിദ്യ ഇന്നുള്ളത്. സാധാരണയായി 2 സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളിലെ ക്യാമറകൾ ഈ ചിത്രങ്ങൾ എടുത്ത് ഭൂമിയിലേക്ക് അയക്കുന്നത്. അതിലൊന്ന് ഒപ്റ്റിക്കൽ ക്യാമറകളാണ്. സാധാരണയായിട്ടുള്ള ഒപ്റ്റിക്കൽ ക്യാമറകളെയാണ് പ്രകാശം ഉപയോഗിച്ചിട്ടാണ് ഈ ക്യാമറകൾ ചിത്രങ്ങൾ പകർത്തുന്നത്. ഇങ്ങനെ പകർത്തുന്ന ചിത്രങ്ങൾ അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമ്പോൾ തടസ്സപ്പെടുന്നു എന്നുള്ളതാണ്, വ്യക്തമല്ലാതാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ന്യൂനത. മാത്രമല്ല, രാത്രിയിൽ ദൃശ്യങ്ങൾ പകർത്താൻ ഈ ക്യാമറകൾക്ക് സാധിക്കുകയില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 ന്യൂനതകൾ. ഇതിനെ മറികടക്കുന്ന മറ്റൊരു സാങ്കേതിക വിദ്യയുണ്ട്. അത് സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളാണ്. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ എടുക്കുന്നത് റഡാർ കിരണങ്ങൾ ഈ പറയുന്ന ഭൂമിയിലേക്ക് അയക്കുകയും ആ കിരണങ്ങൾ പ്രതിഫലിച്ചു വരുന്നതിനെ അപഗ്രഥിച്ചുകൊണ്ടാണ് ഉപഗ്രഹങ്ങൾ തയ്യാറാക്കുന്നത്. ഇങ്ങനെയുള്ള ചിത്രങ്ങൾക്ക് അല്ലെങ്കിൽ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ SIR എന്ന് പറയുന്ന ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾക്ക് മേഘാവൃതമായ അന്തരീക്ഷം ബാധകമല്ല. മേഘങ്ങളുണ്ട് എങ്കിൽ പോലും ചിത്രങ്ങൾ വ്യക്തമായി പകർത്താൻ ഈ ക്യാമറകൾക്ക് സാധിക്കും. രാത്രി സമയത്തും ചിത്രങ്ങൾ എടുക്കാൻ ഈ SIRന് സാധിക്കും. പക്ഷേ ഈ SIR ഉപയോഗിച്ച് എടുക്കുന്ന ചിത്രങ്ങൾ അത് വിശകലനം ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ചിത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ കൃത്യമായി എന്താണ് കാണിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് വിദഗ്ധർ വേണം. മാത്രമല്ല, ഇത് ഡീകോഡ് ചെയ്യുന്നതിന് ഒട്ടനവധി സമയമെടുക്കുകയും ചെയ്യും. ഇത് രണ്ടും 2 സാങ്കേതിക വിദ്യകളാണ്. 2 സാങ്കേതിക വിദ്യകൾക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഈ 2 സാങ്കേതിക വിദ്യകളും ഒരുമിപ്പിച്ച് ഒപ്റ്റിക്കൽ ക്യാമറയുടെ ഗുണഗണങ്ങളും അതുപോലെ തന്നെ SIRൻ്റെ ഗുണഗണങ്ങളും ഒരുമിപ്പിച്ച് സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ചിത്രം സാധാരണ മനുഷ്യന് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഉപഗ്രഹ ചിത്രം അയക്കാൻ സാധിക്കുകയാണ് എങ്കിൽ, ഈ 2 സാങ്കേതിക വിദ്യയും സംയോജിപ്പിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ അത് തീർച്ചയായും മികച്ച ഒരു സാങ്കേതിക വിദ്യയായിരിക്കും. അതാണ് ഈ ഒപ്റ്റോ SIR എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ. ഈ ഒപ്റ്റോ SIR സാങ്കേതിക വിദ്യയാണ് ഈ പറയുന്ന ഗാലക്സ് ഐ എന്ന് പറയുന്ന ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ
സ്റ്റാർട്ടപ്പ് കമ്പനി, സ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനി വികസിപ്പിച്ചെടുത്തത്. ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാമറകളാണ് ഇപ്പോൾ ദൃഷ്ടി എന്ന ഉപഗ്രഹത്തിൽ ഉള്ളത്. ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ്. ഇത് ഇന്ത്യൻ ഉപഗ്രഹം അല്ലെങ്കിൽ ഇന്ത്യക്ക് മാത്രമാണ് അങ്ങനെയുള്ള ഒരു ഉപഗ്രഹം ഉള്ളത്. ഇത് കൃത്യമായി SAR ഉപയോഗിച്ചും ഒപ്റ്റിക്കൽ ക്യാമറകൾ ഉപയോഗിച്ചും എടുക്കുന്ന ചിത്രങ്ങളെ അപഗ്രഥിച്ച് കൃത്യമായ വളരെ വ്യക്തതയുള്ള ഒരു ഔട്ട്പുട്ട് നൽകുന്നു എന്നുള്ളതാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേന്മ. ആ രംഗത്ത് ഇന്ത്യ ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയായി മാറി എന്നുള്ളത് കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഇത്തരത്തിലൊരു സ്വകാര്യ ഏജൻസി വിക്ഷേപിച്ച ഒരു വിക്ഷേപണം, ഒരു ഉപഗ്രഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചത്. ഈ ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ കൊണ്ട് ധാരാളം പ്രയോജനങ്ങളുണ്ട്. ഇതിൽ കാർഷിക വൃത്തി അടക്കം അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്കടക്കം പ്രയോജനകരമായ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ മാപ്പിംഗ് നടത്താൻ കഴിയും. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ രംഗത്ത് ഇത്തരം ഉപഗ്രഹങ്ങൾ അയക്കുന്ന വിവരങ്ങൾ അത് അതീവ പ്രാധാന്യമുള്ളതാണ്. മാത്രമല്ല ഇത് രണ്ടുമാണ് ഈ ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിലും ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്നത് പ്രതിരോധ ആവശ്യങ്ങൾക്കാണ്. നമുക്ക് ചുറ്റുമുള്ള ശത്രു രാജ്യങ്ങളുടെ സൈന്യങ്ങളുടെ നീക്കം, അവരുടെ കുടില തന്ത്രങ്ങൾ, അവരുടെ രഹസ്യ നീക്കങ്ങൾ ഇതെല്ലാം തന്നെ പകർത്തിയെടുക്കാൻ ഈ ചാര ഉപഗ്രഹങ്ങൾക്ക് സാധിക്കും. ഈ വിവരങ്ങൾ നൽകുന്ന ഉപഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശത്രുക്കളുടെ നീക്കം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തന്ത്രപ്രധാനമായ ഉപഗ്രഹമാണ്, പ്രതിരോധ സേനകൾക്കടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപഗ്രഹമാണ് ഇപ്പോൾ ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുന്നത്. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഈ വിക്ഷേപണത്തെ അഭിനന്ദിക്കാനുള്ള രണ്ടാമത്തെ കാരണം. പ്രത്യേകിച്ചും നമ്മുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ 2 എണ്ണം ISRO ദൗത്യങ്ങളിൽ പരാജയപ്പെട്ടു പോയിരുന്നു. നമുക്കറിയാം 2025 മാർച്ച് മാസത്തിൽ വിക്ഷേപിച്ച ഒരു ദൗത്യം PSLV-61, ആ PSLV-61 പരാജയപ്പെടുകയായിരുന്നു. ആ PSLV-61 ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിരുന്നു. അതും സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപഗ്രഹമായിരുന്നു. അത് PSLV ദൗത്യം പരാജയപ്പെട്ടതിലൂടെ നമുക്ക് നഷ്ടമാവുകയായിരുന്നു. PSLV റോക്കറ്റ് സാധാരണ രീതിയിൽ തന്നെ ലിഫ്റ്റ് ഓഫ് ചെയ്യുകയും 2 ഘട്ടം വിജയകരമായി അവസാനിക്കുകയും ചെയ്തു. 3-ാം ഘട്ടത്തിൽ ചില തകരാറുകൾ കണ്ടെത്തുകയും റോക്കറ്റ് ഡിസ്ട്രോയ് ചെയ്യേണ്ട അല്ലെങ്കിൽ റോക്കറ്റിനെ നശിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. ഫലത്തിൽ ദൗത്യം പരാജയപ്പെട്ടു. നമ്മുടെ ഒരു പ്രതിരോധ ഉപഗ്രഹം നഷ്ടപ്പെടുകയും ചെയ്തു. രണ്ടാമത്തേത്, അതായത് അതിന് തൊട്ടു പിന്നാലെ 2026 ജനുവരിയിൽ വിക്ഷേപിച്ച മറ്റൊരു വിക്ഷേപണം, അതും PSLVയുടെ വിക്ഷേപണം തന്നെയായിരുന്നു, PSLV-62. ഈ PSLV-62 രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് പരാജയപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ PSLV-62 PSLV-61 സമാനമായ രീതിയിൽ ആദ്യ 2 ഘട്ടങ്ങൾ വിജയകരമായി പ്രവർത്തിക്കുന്നു. ലിഫ്റ്റ് ഓഫ് ഓക്കെ ആയിരുന്നു. പിന്നീട് 3-ാം ഘട്ടത്തിൽ ഈ റോക്കറ്റിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് തകരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എങ്ങനെയാണോ PSLV-61 ഉണ്ടായത് അതുപോലെ ഒരു ദുരവസ്ഥയാണ് PSLV-62 ഉണ്ടായത്. ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് രാജ്യത്തിന് 18 ഉപഗ്രഹങ്ങൾ നഷ്ടമായി. ഈ 18 ഉപഗ്രഹങ്ങളിൽ ഒന്ന് രാജ്യത്തിൻ്റെ സൈന്യം ഉപയോഗിക്കേണ്ട ഉപഗ്രഹമായിരുന്നു. DRDO നിർമ്മിച്ച് വിക്ഷേപിക്കേണ്ട ഒരു ചാര ഉപഗ്രഹമായിരുന്നു. ആ ഉപഗ്രഹത്തിൻ്റെ പേര് അന്വേഷ എന്നായിരുന്നു. ഈ അന്വേഷ ഭ്രമണപഥത്തിൽ എത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ രംഗത്ത് ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തിയേറിയ ഉപഗ്രഹമായി അന്വേഷ മാറുമായിരുന്നു. അത്രമാത്രം ഉന്നതമായ സാങ്കേതിക വിദ്യ, ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ, ശത്രു സൈന്യത്തിൻ്റെ നീക്കങ്ങൾ, ഇതെല്ലാം തന്നെ വളരെ കൃത്യമായി ഒപ്പിയെടുത്ത് നമ്മുടെ സൈന്യത്തിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഉന്നതമായ സാങ്കേതിക വിദ്യയാണ് അന്വേഷയിൽ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷയായിരിക്കുമായിരുന്നു ഇപ്പോൾ അത് വിജയകരമായി വിക്ഷേപിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ചാര ഉപഗ്രഹം. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ഉപഗ്രഹവും PSLV-62 പരാജയപ്പെട്ടത് കാരണം നമുക്ക് നഷ്ടമായി. അടിക്കടി ഇങ്ങനെ 2 ഉപഗ്രഹങ്ങൾ നഷ്ടമായതോടുകൂടി, 2 ദൗത്യങ്ങൾ നഷ്ടമായതോടുകൂടിയാണ് ഇതിനു പിന്നിൽ അട്ടിമറി ശ്രമമുണ്ടോ എന്നൊരു സംശയമുണ്ടായത്. കാരണം 2ലും ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. മാത്രമല്ല PSLV എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ വിക്ഷേപണ വാഹനമാണ്. നിരവധി വിക്ഷേപണ ദൗത്യങ്ങൾ നടത്തിയിട്ടുള്ള വാഹനമാണ്. മാത്രമല്ല ഈ ഒരു വിക്ഷേപണ ദൗത്യം എന്ന് പറയുന്നത് അത്രമാത്രം സങ്കീർണമായ വിക്ഷേപണ ദൗത്യമൊന്നുമല്ല. ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ഭ്രമണപഥത്തിൽ വിക്ഷേപിക്കേണ്ട ഒരു ദൗത്യമായിരുന്നു. ഒട്ടും സങ്കീർണതകളില്ലാത്ത ഈ ഒരു വിക്ഷേപണം എന്തുകൊണ്ട് PSLV പോലെ
എപ്പോഴും നമുക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരു റോക്കറ്റ് ഉപയോഗിച്ച് നടത്തിയപ്പോൾ പരാജയപ്പെട്ടു എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ISROയ്ക്ക് വളരെ കൃത്യമായ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ ഉത്തരം ഇല്ലാതിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ISROയുടെ ഈ ഒരു 2 ദൗത്യങ്ങൾ ദുരൂഹമാണെന്നും പരാജയങ്ങൾ ദുരൂഹമാണെന്നും ഇത് കൃത്യമായി തന്നെ ഇതിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്നൊരു സംശയം അത് പിന്നീട് രാജ്യം ചർച്ച ചെയ്യപ്പെട്ടു. പിന്നീട് ഇതിന്മേൽ അന്വേഷണം നടക്കുന്നത് നമ്മൾ കണ്ടു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തിരുവനന്തപുരത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അജിത് ഡോവലിനോടൊപ്പം ഈ ബഹിരാകാശ രംഗത്തെ ഒരു വിദഗ്ധൻ കൂടി തിരുവനന്തപുരത്തെ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. ISROയുടെ PSLV 61, 62 ദൗത്യങ്ങളിലെ പരാജയം, ആ പരാജയമാണ് ഈ അന്വേഷണ വിധേയമാക്കിയത്. അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ടിൽ ISROയ്ക്കെതിരെ ISROയുടെ പ്രധാനപ്പെട്ട പല ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് സൂചന. എന്തായാലും ഈ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ISROയ്ക്ക് പുറത്തുള്ള ഒരു ബാഹ്യ ഏജൻസിയെ ഈ 2 വിക്ഷേപണങ്ങൾ പരാജയപ്പെടുത്തുന്നതിനെക്കുറിച്ച് അന്വേഷിക്കാനായി ചുമതലപ്പെടുത്തി. അതായത് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ തന്നെ ഈ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുള്ളതുകൊണ്ട് ഒരു ബാഹ്യ സമിതിയെയാണ് ചുമതലപ്പെടുത്തിയത്. ഇത് ISROയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മിഷൻ ഫെയിലുവർ പഠിക്കാനായി ISROയ്ക്ക് പുറത്തുനിന്നും വിദഗ്ധ സംഘം എത്തുന്നത്. സാധാരണഗതിയിൽ ISROയുടെ ദൗത്യങ്ങൾ പരാജയപ്പെട്ടാൽ ISROയുടെ ശാസ്ത്രജ്ഞന്മാർ തന്നെ ആ പരാജയത്തിൻ്റെ കാരണം എന്താണ് എന്ന് പരിശോധിക്കുകയും അത് കണ്ടെത്തുകയും ഭാവിയിൽ അത് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴിതാ ആദ്യമായി PSLV 61ഉം 62ഉം ISRO ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വതന്ത്രമായ മറ്റൊരു ഏജൻസിയെ കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു സമിതിയെ കൊണ്ട് ഈ 2 പരാജയങ്ങൾ, വിക്ഷേപണ പരാജയങ്ങൾ പരിശോധിക്കുകയാണ്. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ ഒരു ഉപഗ്രഹം അത് ISRO വിക്ഷേപിക്കാതെ അമേരിക്കയിലെ മറ്റൊരു സ്വകാര്യ വിക്ഷേപണ ഏജൻസി, ബഹിരാകാശ ഏജൻസിയായ SpaceX തങ്ങളുടെ ഫാൽക്കൺ 9 റോക്കറ്റിലൂടെ വിക്ഷേപിക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. ഇതുകൊണ്ടാണ് ISROയ്ക്ക് മേൽ വലിയ ഒരു വിശ്വാസക്കുറവ് കേന്ദ്ര സർക്കാരിനുണ്ടോ എന്ന് സംശയിക്കാനുള്ള കാരണം. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സ്വകാര്യ ഏജൻസികളുടെ ഉപഗ്രഹങ്ങളടക്കം ISROയ്ക്ക് വിക്ഷേപിക്കാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളുടെ അടക്കം ഉപഗ്രഹങ്ങൾ ഇപ്പോൾ ISRO വിക്ഷേപിക്കുന്നുണ്ട്. അത്തരം കൊമേഴ്സ്യൽ വിക്ഷേപണങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ വിജയിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് നിർമ്മിച്ച DRDO നിർമ്മിച്ച വളരെ തന്ത്രപ്രധാനമായ ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണം 2 തവണ പരാജയപ്പെട്ടു എന്ന ചോദ്യത്തിന് ഇതുവരെയും ISRO ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിലാണ് അന്വേഷണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ സമാനമായ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്വകാര്യ സാറ്റലൈറ്റ് ഇന്ത്യ മുൻകൈ എടുത്തുകൊണ്ട് അമേരിക്കൻ സ്പേസ് ഏജൻസി വഴി വിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന അന്താരാഷ്ട്ര ശക്തികളെ വെട്ടിച്ച് രഹസ്യമായി ചെയ്യുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ISRO പോലും അറിയാതെ ഇത്തരമൊരു ഉപഗ്രഹം വിക്ഷേപിച്ചില്ല എങ്കിൽ തീർച്ചയായും ഭൗമ നിരീക്ഷണ രംഗത്ത് രാജ്യം പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുള്ള ചോദ്യം. പക്ഷേ എന്തായാലും ദൃഷ്ടി എന്ന ഉപഗ്രഹം, അത്ഭുത ഉപഗ്രഹം, ലോകത്തിലെ ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഉപഗ്രഹം, അതിപ്പോൾ ഭ്രമണപഥത്തിലെത്തിയിരിക്കുന്നു. അത് ISRO വിക്ഷേപിച്ചതായാലും SpaceX വിക്ഷേപിച്ചതായാലും അതിൽ പ്രശ്നമില്ല. 2 സൈനിക ഉപഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഈ സമയത്ത് മൂന്നാമതൊരു സൈനിക ഉപഗ്രഹം അല്ലെങ്കിൽ മൂന്നാമത് സൈനിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപഗ്രഹം അതുകൂടി നഷ്ടപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല എന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. അതുകൊണ്ടാണ് വിശ്വസനീയമായ അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയായ SpaceX വഴി, SpaceXൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റ് വഴി ഇപ്പോൾ ഇന്ത്യ ഈ റോക്കറ്റ്, അതായത് ദൃഷ്ടി എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബഹിരാകാശ മേഖലയിൽ വരും ദിവസങ്ങളിൽ സമഗ്രമായ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സ്വകാര്യ ഏജൻസികൾ അല്ലെങ്കിൽ സ്വകാര്യ ബഹിരാകാശ ഏജൻസികളുടെ സാന്നിധ്യം അത് ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്തും എന്നൊരു അഭിപ്രായമുണ്ട്.
അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ISRO മാത്രമേയുള്ളൂ എന്നൊരു സ്ഥിതിവിശേഷം ISROയെ ശത്രുക്കൾ ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഇതടക്കം പരിശോധിച്ചതിന് ശേഷമാണ് അജിത് ഡോവലിൻ്റെ അടക്കം ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഉപഗ്രഹം വളരെ രഹസ്യമായി, അതീവ രഹസ്യമായി സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസി വഴി, അതായത് അമേരിക്കയുടെ ഒരു സ്വകാര്യ ഏജൻസി വഴി ഭ്രമണപഥത്തിൽ എത്തിച്ചത് എന്ന ചർച്ചയും ഇപ്പോൾ നടക്കുകയാണ്.